സോ എല്ലാവർക്കും പ്രശ്നം മറ്റു വീഡിയോയിലേക്ക് സ്വന്തം സംബന്ധിച്ച നമ്മളിന്ന് റിയാക്ട് ചെയ്യണം. നമ്മളെ പവർ സ്റ്റാർ പവൻ കല്യാൺ നായകനെത്തുന്ന ഹരഹര വീരമല്ലു എന്ന് പറഞ്ഞൊരു മൂവീൻ്റെ ട്രെയിലറാണ്. സോ എന്നാലും നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് റിയാക്ട് ചെയ്തൊക്കെ. ഞാൻ ഈ മൂവിയെ പറ്റി കേട്ടിട്ട് കൂടിയില്ല. സോ എന്നാലും നമുക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്താൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ എത്തുള്ളൂ. എന്താണ് ഈ പടമൊന്നുമില്ല എനിക്ക് അറിഞ്ഞൂടെ. തമിഴ് ട്രെയിലറാണ് കേട്ടോ. തമിഴാകുമ്പോൾ കുറച്ച് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം രാമായണം അങ്ങോട്ട് റിയാക്ട് ചെയ്തത് ஒரு കുറച്ച് മുമ്പേ. உண்மையான போர் வீரனோட எழுச்சிக்காக இயற்கையே காத்திருந்த காலம். ഓക്കെ, கோல்கொண்டாவிலிருந்து 8வது நபர் புறப்பட்டு விட்டான். அவன் உயிரோடு தில்லியை சேரக்கூடாது. ജേർണി ഫോർ ദമ്മ ബിഗിൻ. ഓക്കെ, இது நான் எழுதிய சரித்திரம். சிம்மாசனமா ആര് തന്നിടിയോളാ? மரண சாசனமா? ഓ, ഇപ്പൊ എല്ലാ പടത്തിലും ഈ ഇവൻ തന്നെ കേട്ടോ വില്ലൻ. ஒரே கோஹினூர். அதை திருடி கொண்டு வர்றதுக்கு எதிரியே இல்லாத ராமபாணம் வேணும். ഓക്കെ, ഫൈറ്റ്. இதுவரை ஆடுங்களை வேட்டையாடின புலியை தான் பார்த்திருப்பீங்க. இப்ப புலிகளை வேட்டையாடுற பெரும் புலிய பார்ப்பீங்க. ഓക്കെ, അതാരാടാ നായിക? അതാര്? പുതിയ നടിയാണെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പുതിയ നടിയാണ്. தசமி அன்னைக்கு பஞ்சமியை காப்பாத்த போறோம். நான் வரணும்னு நிறைய பேர் கடவுள்கிட்ட வேண்டிக்கிட்டு இருக்காங்க. ஆனா என்ன வர வச்சதே அந்த ஆண்டவன் தான். ഓ, മാസ് തന്നെ കേട്ടാ. ചരിത്ര പടമാണെങ്കിൽ வீரமல்லு சொன்னா கேட்கணும். മാസ് തന്നെ. ആടാ മ്യൂസിക് ചെയ്യണത് കുഴപ്പമില്ല. ഒരു ഹിസ്റ്റോറിക് മൂവി വിത്ത് മാസ് ആൻഡ് കോമഡി ആസ് യൂഷ്വൽ മൂവി. അതൊക്കെ നമ്മളെ മറ്റേ ചിരഞ്ജീവിന്റെ ഒരു പടം വന്നായിരുന്നല്ലോ, വീരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞു. എന്റെ പൊന്നോ, ഒരു ചരിത്ര പടം എന്നൊക്കെ പറയുമ്പോൾ ആ ലെവലിലായിരിക്കണം. ഇങ്ങനെ മാസൊക്കെ കൊണ്ടിട്ട് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണുള്ളത്? இது கொடூர மிருகங்க நடமாடுற இடம். ഓ, പാർട്ട് 1 എന്റെ പൊന്ന്. ഇതും ജ്യോതി കൃഷ്ണ. ஆந்தி வந்துடுச்சு. എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല, സത്യം പറയല്ല. ഞാൻ അത്ര ഇമ്പ്രസ് ആയിട്ടില്ല ആക്ച്വലി. ഐ ആം നോട്ട് ഇംപ്രസ്ഡ്. നോട്ട് ഈവൻ ഇംപ്രസ്ഡ്. ഒരു ചരിത്രപടം ഒരു രീതിയിലെടുക്കുമ്പോൾ ഇതാര് ഇപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കണത്? സോറി, മൈ ബാഡ്. ஒரு இந்து നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നിയത്? ഞാൻ ഒട്ടും ഇമ്പ്രസ് ആയിട്ടില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഒരു ചരിത്ര പടം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ വീരസിംഹ റെഡ്ഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചിരഞ്ജീവിൻ്റെ ഒരു മൂവി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. അത് എടുത്ത് വെച്ചേക്കണ ഒരു രീതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് അത്രയും ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ സ്റ്റോറിക്ക് അനുസരിച്ച് ആ ഒരു ബിൽഡപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാസ് ഡയലോഗും അങ്ങനെ സാധാരണ ചിരഞ്ജീവിയുടെ മൂവി പോലൊന്നും അല്ല, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത്ര മാസ് ഡയലോഗും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ മാസ് ഡയലോഗ് മാത്രമേ ഉള്ളൂ. ക്യാരക്ടറിൻ്റെ ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഒരുമാതിരി ഭയങ്കര ഇതാവുക. എനിക്കൊരുമാതിരി നമ്മൾ ഒരു സാധാരണ മാസ് പടമാണെങ്കിൽ എനിക്ക് ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇതൊരു ചരിത്ര പടമാണ്, അത് പണ്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൽ ഇത്രയും മാസം കൊണ്ടിട്ടപ്പോൾ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. സോ എന്നാലും പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ വെയിറ്റ് ചെയ്യട്ടെ. ഞാനൊന്നും അത്രയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. സോ എന്നാലും ട്രെയിലർ തരക്കേടില്ല. ട്രെയിലർ കണ്ടിട്ട് എന്തായാലും നമുക്കൊന്നും അഭിപ്രായപ്പെടാനൊന്നുമില്ല. പക്ഷേ എനിക്ക് മാസ് സീൻസ് കണ്ടപ്പോൾ എനിക്കൊരുമാതിരി എന്തോ പടത്തിൽ ഇത്രയും മാസമാണെങ്കിൽ പടത്തിൽ മിക്കവാറും മാസത്തിൻ്റെ മേളമായിരിക്കും. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. പടം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും കാണാം. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ടുള്ള അഭിപ്രായം? ഒരു ട്രെയിലർ കണ്ട് ഒരിക്കലും സിനിമയെ വിലയിരുത്താൻ പറ്റത്തില്ല.
വിലയിരുത്താനും പാടില്ല. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പടം കാണാനും പോകുന്നില്ല. സോ അല്ല, നിങ്ങൾ ഈ പടം കാണാൻ പോകുന്നുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഈ ഒരു ട്രെയിലറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ